സുഹൃത്തുക്കളെ, ഇതാണ് പറഞ്ഞത് കണ്ണൻ്റെ ഓരോ ലീലാവിലാസം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, വരക്കുന്നത് എങ്ങനെയാ വരച്ചത് എന്നുള്ളത്. കയ്യിൽ ഇടമേ കയ്യിൽ വരക്കുന്ന ചിത്രം കണ്ണനാണോ അത്? അല്ല. ഒരു ചിത്രകാരി വരക്കുന്ന രൂപമാണോ കണ്ണൻ്റെ അത്? ഒരിക്കലും അല്ല. അതാണ് പറയുന്നത്. പിന്നെയും പിന്നെയും ഇവൾ തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൾക്ക് ബേജാറായി. കണ്ണനെ ആരും വാങ്ങുന്നില്ല. ചിത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെറിയ പൈസക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം കൊടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ തൊഴിൽ എന്ന് തന്നെ പറയാം നമുക്കത്. പക്ഷെ ഇവൾ എന്താ ചെയ്യുന്നത്? ഇവൾ ഇന്നൊരു ഭയങ്കരമായിട്ട് ഒന്നിക്കൽ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൾ ഏതോ ലോഡ്ജ് പോയിട്ടുണ്ട്, അല്ലെ അബോർഷൻ ആക്കിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ആണുങ്ങളാണെങ്കിൽ ഹണി ട്രാപ്പ്. ഇതാണ് ഇവളെ സ്ഥിരം തൊഴിൽ. എന്നിട്ട് കുറച്ച് ചിക്കിടി വാങ്ങുക, അതെന്നിട്ട് നല്ല അടിച്ച് ലേവിഷായിട്ട് സാധനങ്ങളും ചുരിദാറുകളും പിന്നെ വീടും ഇതൊക്കെ അങ്ങ് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റിലായിട്ട് ജീവിതം നയിക്കുക. അതാണല്ലോ നിങ്ങളിപ്പം കണ്ടുവരുന്നത്. ഇന്നൊരു ചെറിയ ഒരു എനിക്ക് തോന്നുന്നത് വലിയ ഏജൊന്നും ഇല്ലാത്തതാണ്. എന്നിട്ട് ചേച്ചി എന്ന് വിളിക്കേണ്ട പ്രായം ഒന്നും ഇല്ലടി അവൾക്ക്. അവൾ ചെറുപ്പക്കാരിയാണ്. എന്നാലും നീയാന്ന് മുതുക്കി. അപ്പം നീ അവളാ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേസിനുള്ള ഒരു വകുപ്പുണ്ട്. എന്തായാലും പൊന്നുമോള് അവിടെയും കൂടി കേസ് അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഓരോ കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ തന്നെയല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ ഇടമേ കൈ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ? ഇവളിന്ന് സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് വളരെ നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് ഇവൾ എന്താ പറഞ്ഞത് നേരത്തെ? ആ വീഡിയോയും അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ട് വൃത്തികേട് പറയുന്ന വീഡിയോ അടക്കമുണ്ട് അല്ലേ? അപ്പോൾ എന്നിട്ട് ഇന്ന് ഭയങ്കര സോപ്പിങ്, ഭയങ്കര സോപ്പിങ്. എന്താടി നീ വലിയ വായിൽ വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ. എന്തിനാ നീ വർത്താനം പറയുന്നത്? ഓരോ ദിവസവും ഇതാ ഓരോ ആൾക്കാരെ കള്ളക്കളി ഇന്ന് പുറത്ത് കൊണ്ടുവരുന്നതാണ്. അത് നീയായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അതാണ് കണ്ണൻ്റെ കഴിവ്. നീ വരക്കുന്ന ചിത്രം ഉണ്ടല്ലോ, കോപ്പി പേസ്റ്റ് കണ്ണൻ. ആ കണ്ണൻ തന്നെ വിചാരിച്ചു നീ നാശത്തിലേക്ക് തന്നെ പോകണം. കാരണം ഇത്രയും കൊല്ലം നീ എന്നെ വീർപ്പടക്കിയിട്ട് കളവ് പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ ഇത്രയും അധികം പൈസക്ക് നീ കൊടുത്തു. ഇനിയെങ്കിലും അത് പറ്റൂല എന്ന് കണ്ണൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവൂടി. അതുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊക്കെ നിന്നോട് എന്തിനു ഇതാക്കേണ്ട ആവശ്യം? നീ പറയുന്നുണ്ടല്ലോ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, എന്നിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് എന്നെ ഇങ്ങനെ. ഒരിക്കലുമല്ല. സകല ഹിന്ദുക്കളും ഇറങ്ങൂടി ഒരു ദിവസം വരും. ഒരു ദിവസം വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. നീ കളിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾക്കും മറുപടി കാലം തരും. നീ കിടക്കുന്ന അരുണില്ലേ, നീ കൂടെ കിടത്തിക്കുന്ന അരുണ്, നിന്റെ സഹോദരനാന്ന് പറഞ്ഞ് നിന്നെ കൂടെ കടത്തിക്കുന്ന അത് തന്നെ വെയിറ്റ് ആൻഡ് സീ. നീ എന്ത് കളവ് പറഞ്ഞിട്ടാണ് ജനങ്ങളെ മുന്നിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇന്നിവിടെ കായലോട് വരെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പം നിന്നെപ്പോലെ ഹണി ട്രാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ആരും നിൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്. അല്ലെങ്കിൽ അവർക്കൊരു മുറുമുറുപ്പുണ്ട് നിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവരെയും കൊടുക്കും പീഡന കേസിൽ. അതാണ്